ചോദ്യം ഏകപക്ഷീയമായിട്ടാണോ ഇത് തള്ളിയത് എന്നാണല്ലോ. അത് സ്വാഭാവികമായിട്ട് ഏകപക്ഷീയമായിട്ടാണ് തള്ളിയത്. കാരണം ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 14 ഭേദഗതികൾ ഭരണപക്ഷത്ത് നിന്ന് നിർദ്ദേശിക്കുന്നു. അതെല്ലാം തന്നെ സംയുക്ത പാർലമെന്ററി സമിതി അംഗീകരിക്കുന്നു. എന്നാൽ ഏതാണ്ട് 44ഓളം ഭേദഗതികൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നു. അതിലൊരു ഭേദഗതി പോലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഭരണപക്ഷത്തിനാണ് JPCയിൽ ഭൂരിപക്ഷം. ഏകപക്ഷീയമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ JPC അതിൻ്റെ ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അടുത്ത സെഷനിൽ അത് പാസ്സാകാനാണ് സാധ്യത എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇവിടുത്തെ പ്രശ്നം നോക്കൂ, ഇതിനകത്തിപ്പം വഖഫ് ബില്ല് എന്ന് പറയുന്നത് ഈ പുതിയ അമെൻമെൻറ്റ് എന്തുകൊണ്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. എന്താണ് വഖഫ് എന്ന് പറയുന്നത്? ഇപ്പോൾ എല്ലാവർക്കും വഖഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകണം എന്നില്ല. പക്ഷേ മുനമ്പത്തിന് ശേഷം മലയാളികൾക്ക് വഖഫ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അറിയാമെന്ന് നമുക്ക് വിചാരിക്കാം. വഖഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ഒരാൾ തൻ്റെ സ്വത്ത് ദാനം ചെയ്യുന്നതിനെയാണ് വഖഫ് ഭൂമി എന്ന് പറയുന്നത്. അപ്പം ഇത് നൂറ്റാണ്ടുകളായി ഇസ്ലാം മതത്തിൽ നിലനിന്ന് പോരുന്ന ഒരാചാരമാണ്. രണ്ട് നിബന്ധനകളാണ് പ്രധാനമായിട്ടും വഖഫുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, ഈ ഭൂമി, അതായത് വഖഫാകുന്ന ഭൂമി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നത് ഇത് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ളതുമാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനൊരു ആചാരം ഇസ്ലാം മതത്തിലുണ്ട്. ഇപ്പം നമ്മുടെ രാജ്യത്ത് വഖഫ് പ്രോപ്പർട്ടിയുടെ ഒരു കണക്കെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം 8 ലക്ഷം പ്രോപ്പർട്ടീസാണ് വഖഫിൻ്റെ കയ്യിലുള്ളത്, വഖഫ് കൗൺസിലിൻ്റെ കയ്യിലുള്ളത്. രാജ്യത്ത് 8 ലക്ഷം പ്രോപ്പർട്ടീസ് ഉണ്ട്. 9 ലക്ഷം ഏക്കർ ഭൂമിയാണ് വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് ഇന്ത്യയിലുള്ളത്. 9 ലക്ഷം ഏക്കർ ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൈന്യത്തിനാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂമി. അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ റെയിൽവേസിനാണ് ഏറ്റവും കൂടുതൽ ഭൂമി. അത് കഴിഞ്ഞാൽ പിന്നെ വഖഫ് ബോർഡിൻ്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഭൂമി രാജ്യത്തുള്ളതെന്നുള്ളത്. 9 ലക്ഷം ഏക്കർ ഭൂമിയാണുള്ളത്. ഇപ്പോൾ 2006 സച്ചാർ കമ്മിറ്റി ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. സച്ചാർ കമ്മിറ്റിയെ നിയോഗിച്ചത് അന്നത്തെ UPA സർക്കാരാണ്, മൻമോഹൻ സിംഗ് സർക്കാരാണ്. രാജ്യത്ത് ഈ മുസ്ലിം സമുദായത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിക്കാനാണ് അന്ന് ആ കമ്മിറ്റിയെ നിയമിച്ചത്, സച്ചാർ കമ്മിറ്റിയെ നിയമിച്ചത്. സച്ചാർ കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് പറയുന്നത് ഈ വഖഫ് ഭൂമി എന്ന് പറയുന്നത് നന്നായി മാനേജ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു നിരീക്ഷണം സച്ചാർ കമ്മിറ്റി നടത്തിയിട്ടുണ്ട് 2006. അതിൻ്റെ കാരണമായിട്ട് അവർ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് ഏതാണ്ട് 9 ലക്ഷം ഏക്കർ ഭൂമിയാണുള്ളത്, 8 ലക്ഷം പ്രോപ്പർട്ടി ഉണ്ട്. ഒരു വർഷം ഏറ്റവും ചുരുങ്ങിയത് 1000 കോടി രൂപയെങ്കിലും വരുമാനം ഉണ്ടാക്കണം ഈ പ്രോപ്പർട്ടിയിൽ നിന്ന്. ആ വരുമാനം എന്ന് പറയുന്നത് മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയില്ല എങ്കിൽ കൂടിയും ആ വരുമാനം അതിൽ നിന്നുണ്ടാകണം. പക്ഷേ അവിടെ ഏതാണ്ട് 200 കോടിയിൽ താഴെയാണ് വരുമാനമെന്ന് സച്ചാർ കമ്മിറ്റി അന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് 2006. അപ്പോൾ അക്കാര്യത്തിലൊക്കെ ഒരു സ്ട്രീം ലൈനിങ് ആവശ്യമാണെന്ന് സച്ചാർ കമ്മിറ്റി പറയുന്നു. എന്ന് മാത്രവുമല്ല, ഈ വഖഫ് ബോർഡിൻ്റെ കീഴിലുള്ള പ്രോപ്പർട്ടിയിലേക്ക് വലിയ രീതിയിലുള്ള എൻക്രോച്ച്മെൻറ്റ്, കയ്യേറ്റങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത് പലതരത്തിലുള്ള കയ്യേറ്റങ്ങളുണ്ട്. ബിസിനസ് ഹൗസുകൾ നടത്തുന്ന കയ്യേറ്റങ്ങളുണ്ട്, റിയൽ എസ്റ്റേറ്റുകാർ നടത്തുന്ന കയ്യേറ്റങ്ങളുണ്ട്, ഗവൺമെൻറ് നടത്തുന്ന കയ്യേറ്റങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കയ്യേറ്റങ്ങൾ അനുവദിക്കാതെ ഇത് പ്രോപ്പറായിട്ട് സ്ട്രീം ലൈൻ ചെയ്യണമെന്നൊരു നിർദ്ദേശം 2006 സച്ചാർ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഭേദഗതി എന്ന് പറയുന്നത് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്തൊരു തർക്കം വരാൻ പോകുന്നത് ഇതിൻ്റെ ഓണർഷിപ്പ് റൂളുമായി ബന്ധപ്പെട്ടാണ്, ഇതിൻ്റെ ഈ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത്? നമുക്കറിയാമല്ലോ, ഈ രാജ്യത്തെ വഖഫ് കൗൺസിലിൻ്റെ കീഴിൽ, വഖഫ് ബോർഡുകളുടെ കീഴിലുള്ള പ്രോപ്പർട്ടീസിനൊന്നും പ്രോപ്പറായ ലീഗൽ ഡോക്യുമെൻറ്റേഷൻ നടന്നിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 12ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടാണ് ഈ വഖഫ് പ്രോപ്പർട്ടീസ് ഉണ്ടാകുന്നത്. അത് ഈ ഡൽഹി സുൽത്താനേറ്റ് ഉണ്ടാകുന്നത് മുതലാണ്. അതായത് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇസ്ലാമിക ഇൻവേഷൻ രാജ്യത്തേക്ക് സംഭവിക്കുകയും പിന്നെ ഇസ്ലാമിക ഭരണകർത്താക്കൾ രാജ്യത്ത് ഭരിക്കുകയും ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഒട്ടേറെ ആളുകൾ അവരുടെ സ്വത്തുക്കൾ ഇതുപോലെ വഖഫായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊന്നും തന്നെ ലീഗൽ ഡോക്യുമെൻറ്റേഷൻ നടത്തിയിട്ടുള്ളതല്ല. അന്ന് നമുക്ക് ആലോചിക്കാമല്ലോ, ഇപ്പോൾ 12ാം നൂറ്റാണ്ടിൽ, അതായത് 800 വർഷങ്ങൾക്ക് മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പ്, നമ്മൾ 21ാം നൂറ്റാണ്ടിലാണല്ലോ നിൽക്കുന്നത്. അപ്പം ഏതാണ്ട് ഒരു 900 വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിലൊരു നിയമവ്യവസ്ഥ ഇല്ലല്ലോ. ഇത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുന്ന നിയമവ്യവസ്ഥയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രിട്ടീഷ് റൂൾ വരുമ്പോഴത്തേക്കും ഒരു ഡോക്യുമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോഴത്തേക്കും ഒരു ഡോക്യുമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. ആ ഡോക്യുമെൻറ്റേഷനാണ് 1954 വഖഫ് ആക്ട് എന്ന് പറയുന്നത്. ആ വഖഫ് ആക്ടിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന എന്ന് പറയുന്നത് നിലവിൽ എന്തൊക്കെയാണോ വഖഫ് അതെല്ലാം വഖഫാണ് എന്നുള്ളതാണ്. വഖഫ് ബൈ യൂസർ എന്നാണ് അതിന് പറയുക. വഖഫ് ആയിരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടിയും, ഇപ്പോൾ വഖഫ് ആയിരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടിയും വഖഫായിട്ട് തന്നെ കാണും എന്നുള്ളതാണ് 1954 വഖഫ് ആക്ട് പറയുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ റൂൾ ഉണ്ടല്ലോ, ഇപ്പോൾ വരാൻ പോകുന്ന പുതിയ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് അത് ഇതങ്ങ് എടുത്ത് കളയാൻ പോവാണ്. വഖഫ് ബൈ യൂസർ എടുത്ത് കളയാൻ പോവാണ്. അതാണ് വാക്കാൽ നൽകുക എന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ പ്രോപ്പർട്ടി ഞാൻ വഖഫായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഞാനത് വാക്കാൽ നൽകുകയാണ്.
ആ വാക്കാൽ നൽകുന്ന അതിന് ഇനിയുള്ള കാലത്ത് ലീഗൽ റൈറ്റ് ഇല്ല. ഞാൻ പറയുന്നത് ആധുനിക കാലത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ അനുവദിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡ് ഈ റൂളിനുണ്ട്. അതായത് നിങ്ങൾ ഇനിയിപ്പോൾ വഖഫായിട്ട് ഒരു ഭൂമി പ്രഖ്യാപിക്കണമെങ്കിൽ അത് കൃത്യമായ ഒരു ലീഗൽ ഡോക്യുമെന്റേഷൻ അതിന് വേണമെന്ന് ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. അത് മാത്രവുമല്ല, യാതൊരു തലത്തിലുള്ള കോൺട്രവേഴ്സീസും അതിനകത്തുണ്ടാകാൻ പാടില്ല. നിങ്ങളൊരു ഇസ്ലാം മത വിശ്വാസിയായിരിക്കണം ഒന്ന്. എന്നിട്ട് നിങ്ങൾ വഖഫായി പ്രഖ്യാപിക്കുന്ന ഭൂമി കൃത്യമായി ഡാറ്റാബേസിൽ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡാറ്റാബേസിലേക്ക് ഉൾപ്പെടുത്തണം. അതിന് കൃത്യമായ ലീഗൽ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാകണം. അതിന് വാദികളായിട്ട് ആരും പിന്നീട് വരാൻ പാടില്ല. ഈ രീതിയിലൊക്കെ കൃത്യമായൊരു നിയമവ്യവസ്ഥയിലേക്ക് ഈ സംവിധാനത്തിനെ കൊണ്ടുവരാനാണ് ഈ പുതിയ ബില്ല് വെക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിലവിൽ വഖഫായിരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസും വഖഫാണോ എന്നൊരു ചോദ്യം ഇതിനകത്ത് വരും. ആ ചോദ്യത്തിനൊരു പൊളിറ്റിക്കൽ റെലവൻസ് ഇന്ത്യയിലുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ നിലവിലുള്ള വഖഫിനെ സംബന്ധിച്ച് 90% ഓഫ് വഖഫ് പ്രോപ്പർട്ടിക്ക് പ്രോപ്പർ ലീഗൽ ഡോക്യുമെൻറ്റേഷൻ ഇല്ല. ഈ വഖഫ് പ്രോപ്പർട്ടിയിൽ നിൽക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. വലിയ ദർഗകൾ, വലിയ ഈദ്ഗാഹുകൾ, മദ്രസകൾ, ഇത് കൂടാതെ ശ്മശാനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഓർഫണേജസ് ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് പൊളിറ്റിക്കലി റെലവൻ്റ് ആയ ഒരു ആസ്പെക്ട് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, വലിയ ദർഗകളും ഈദ്ഗാഹുകളും മദ്രസകളും ഒക്കെ നിൽക്കുന്ന പ്രോപ്പർട്ടീസ് വഖഫ് പ്രോപ്പർട്ടിയാണ്. വഖഫ് പ്രോപ്പർട്ടിയെ പ്രോപ്പറായ ലീഗൽ ഡോക്യുമെൻറ്റേഷൻ ഇല്ലെങ്കിൽ കണ്ടസ്റ്റ് ചെയ്യാം എന്നൊരവസ്ഥ ഈ ബില്ലിൽ വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഉദാഹരണത്തിന് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സി എന്താ? ബാബറി മസ്ജിദ് എന്ന് പറയുന്ന 1528 ബാബറി അവിടെ ഒരു രാമക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും അത് തകർത്തിട്ടാണ് ബാബറി പള്ളി അതിൻ്റെ മുകളിൽ പണിതത് എന്നുള്ളതാണല്ലോ കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. 1528 സംഭവിച്ചൊരു കാര്യമാണ്. പിന്നീട് ഇതൊരു വലിയ വിവാദമാകുന്നത് എപ്പോഴാണ്? 1949 അവിടെ രാംലല്ലയുടെ വിഗ്രഹം കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു വിവാദം ഉണ്ടാവുകയാണ്. ജവഹർലാൽ നെഹ്റു ആണെന്ന് പ്രധാനമന്ത്രി, GB പന്ത് ആണ് അന്ന് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി. അന്ന് നെഹ്റു എന്താ പറഞ്ഞത്? ആ രാംലല്ല എടുത്തും കളഞ്ഞേക്കാനാണ് പറഞ്ഞത്. പക്ഷേ അതൊരു വലിയ വിവാദമായപ്പോൾ എന്ത് ചെയ്തു? അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണത് വീണ്ടും തുറക്കുന്നത്? 1986 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ബാബറി മസ്ജിദ് തുറന്നു കൊടുക്കുന്നത്. ആർക്ക്? ഹിന്ദുക്കൾക്ക് കൂടി ആരാധന നടത്താൻ വേണ്ടി. അതിനൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ. 1985 ഷാബാനു കേസ് ഉണ്ടാകുന്നത്. ഷാബാനു കേസ് എന്താണ്? ഷാബാനു കേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന മുസ്ലിം വനിതകൾക്ക് ഈ വിവാഹമോചനം നേടുന്ന ആളുകൾക്ക് ജീവനാംശം നൽകണമെന്ന് ഇന്ത്യയിലൊരു കോടതി വിധിച്ചു. അങ്ങനെ ജീവനാംശം നൽകാൻ ഇസ്ലാം മതത്തിലെ നിയമം, ശരിയ നിയമം അനുവദിക്കുന്നില്ല. അപ്പോൾ അതിനെതിരായിട്ട് മുസ്ലിം വിഭാഗങ്ങൾ സമരവും പ്രക്ഷോഭവും ഒക്കെ ആയിട്ട് വന്നപ്പോൾ എന്ത് ചെയ്തു? രാജീവ് ഗാന്ധി ഗവൺമെൻറ് ചെയ്തു, അത് ഒരു ആക്ടിലൂടെ ആ കോടതി വിധിയെ മറികടന്നു. അങ്ങനെ മറികടന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. ആ ഹിന്ദുക്കൾക്കിടയിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് 86 രാജീവ് ഗാന്ധി ഒരു പൊളിറ്റിക്കൽ ബാലൻസിങ് ആയിരുന്നു എന്ത് ചെയ്തത്? ഈ പറയുന്ന ബാബറി മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് കൂടി ആരാധന നടത്താനായിട്ട് അങ്ങ് തുറന്നു കൊടുത്തത്. അവിടെ മുതലാണ് ആ കോൺട്രവേഴ്സി ഡെവലപ്പ് ചെയ്യുകയും പിന്നെ നമ്മൾ കാണുന്ന 1992 അത് തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് 2019 സുപ്രീം കോടതി വിധിക്കുമ്പോൾ എന്താ വിധിക്കുന്നത്? ഈ പറയുന്ന മുൻകാലത്ത് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് സുപ്രീം കോടതി അവിടെ അയോധ്യ ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് അനുവാദം നൽകുന്നതും. എന്നിട്ട് വഖഫിൻ്റെ സ്വത്താണ് അത് എന്നുള്ള വാദത്തെ തള്ളിക്കൊണ്ട് അവർക്ക് 5 ഏക്കർ ഭൂമി കൊടുക്കുകയും ചെയ്യുന്നു. എവിടെ? മറ്റൊരു സ്ഥലത്ത് പള്ളി പണിയാൻ വേണ്ടിയിട്ട്. ഇങ്ങനൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ ഓണർഷിപ്പ് റൂൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ലീഗൽ ഡോക്യുമെൻറ്റേഷൻ ഇല്ലാത്ത ഏത് ഭൂമിയുടെ മേലിലും കണ്ടസ്റ്റിംഗ് വരാം. അങ്ങനെ കണ്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പല ഈദ്ഗാഹുകൾക്കും പല മദ്രസകൾക്കും പല ദർഗകൾക്കും ഒക്കെ ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാകാം. ഇതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ അലട്ടുന്ന പ്രശ്നം, ന്യൂനപക്ഷങ്ങളെ അലട്ടുന്ന പ്രശ്നം. ഇപ്പോൾ എന്ന് മാത്രവുമല്ല, ഈ വഖഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാരം എന്ന് പറയുന്നത് 2013 വീണ്ടും വഖഫിന് വലിയ രീതിയിലുള്ള അധികാരം കൊടുക്കുന്ന ബില്ല് വീണ്ടും പാസ്സാവുന്നുണ്ട്, അമെൻമെൻറ്റ് പാസ്സാവുന്നുണ്ട്. അതിനകത്ത് ഈ വഖഫ് പ്രോപ്പർട്ടിയുടെ മുഴുവൻ അധികാരവും വഖഫ് ബോർഡിൻ്റെ കയ്യിലാണ്. നമുക്കറിയാലോ, സെൻട്രലിൽ വഖഫ് കൗൺസിലും സംസ്ഥാനങ്ങളിൽ വഖഫ് ബോർഡുകളുമാണുള്ളത്. ഈ പ്രോപ്പർട്ടി മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് വഖഫ് ബോർഡാണ്. അവരുടെ ട്രൈബ്യൂണലുണ്ട്. ആ ട്രൈബ്യൂണലാണ് അന്തിമ തീരുമാനം പറയുക. അവർക്കാണ് പരമാധികാരം. ഇപ്പോൾ 2022 കർണാടകയിൽ ഒരു കേസുണ്ടായി. എന്താ കേസെന്ന് അറിയാമോ? അന്ന് BJP അവിടെ ഭരിക്കുന്നത്. അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു വലിയ ഈദ്ഗാഹ് നടക്കുന്ന വലിയൊരു മൈതാനമുണ്ട്. ആ മൈതാനത്ത് അവിടുത്തെ ഈ നാഗരിക എന്ന് പറയുന്നത് ഈ അവിടുത്തെ മുനിസിപ്പാലിറ്റി അവിടെ ഈ ഒരു ഗണേശോത്സവം നടത്താനായിട്ട് ആ ഭാഗം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടുത്തെ വഖഫ് ബോർഡ് പറഞ്ഞു അത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു. 200 വർഷമായിട്ട് അത് വഖഫാണ് എന്ന് പറഞ്ഞു. അവിടെ ഒരു തർക്കമുണ്ടായി. ആ തർക്കമുണ്ടായപ്പോൾ അവിടുത്തെ കോടതി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, കോടതി അതിനകത്തൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുകയല്ല ചെയ്തത്. കോടതി പറഞ്ഞ എന്തായാലും വഖഫിൻ്റെ ഭൂമിയാണ് അതെന്ന് പറയുന്നു. അതൊരു പ്ലേ ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ അവിടെ ഈദ്ഗാഹ് നമസ്കാരത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇഷ്ടംപോലെ മറ്റു പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഈ സ്ഥലം വിട്ടിട്ട് മറ്റൊരു സ്ഥലത്ത് ഈ ഗണേശോത്സവം നടത്തിക്കോളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വഖഫിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വഖഫ് ബോർഡിനാണ് അതിൻ്റെ അധികാരം പറയുന്നത്. പക്ഷേ ഇവിടെ ഈ നിയമത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ
വിഷയത്തിലേക്ക് ഞാൻ വരുമ്പം ആ അധികാരവും പോകാൻ പോവാണ്. എങ്ങനെയാണ് അത് പോകാൻ പോകുന്നത്? എങ്ങനെയാണ്? അല്ല, ഈ പറയുന്ന വഖഫ് ബോർഡിന്റെ ഭൂമികളെ മുഴുവൻ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ രജിസ്ട്രേഷൻ മുഴുവൻ വരിക, അല്ലേ? അങ്ങനെ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ വന്നിട്ട് കളക്ടറാണ് ഇത് നോട്ടിഫൈ ചെയ്യുക, ഇത് വഖഫ് ബോർഡ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളത് നോട്ടിഫൈ ചെയ്യുന്ന കളക്ടറാണ്. അപ്പം സർക്കാരിൻ്റെ ഒരു അധികാരി ഇതിൻ്റെ ഒരു ഇടത്തട്ടിൽ വരുന്നു എന്നുള്ളതാണ് പ്രശ്നം, അല്ലെങ്കിൽ നടുവിൽ വരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ഈ വീണ്ടും പറഞ്ഞ കർണാടകത്തിലെ ഈ വിഷയത്തിലേക്ക് വന്നാൽ അവിടെ കളക്ടർ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ആർക്ക് അനുകൂലമായിട്ടായിരിക്കും തീരുമാനം എടുക്കുക? സർക്കാരിന് അനുകൂലമായിട്ടാണല്ലോ തീരുമാനം എടുക്കുക. അപ്പോൾ സർക്കാരിന് കൂടുതൽ അധികാരം ഈ പറയുന്ന വഖഫ് ബോർഡിനേക്കാളും കൂടുതൽ അധികാരം അതിൻ്റെ മേളിൽ അധികാരത്തിൽ വരുന്നു എന്നുള്ളതാണ് വീണ്ടും ഇതിനെ കണ്ടസ്റ്റ് ചെയ്യാൻ പ്രതിപക്ഷത്തെ നിർബന്ധിക്കുന്നത്. അതുപോലെ ന്യൂനപക്ഷം മാത്രമല്ല തർക്ക തീരുവരെ ആ സ്ഥലം വഖഫായി കണക്കാക്കില്ല. അങ്ങനെയാണ് എന്തും ചെയ്യാം. അതെ. അപ്പം ഈ രീതിയിൽ വീണ്ടും സർക്കാരിനൊരു പിടി വഖഫ് ബോർഡിൻ്റെ മുകളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന രണ്ടാമത്തെ നിയമം വരുമ്പോൾ വരുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ബോർഡ് എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. ആ ബോർഡിൽ 2 നോൺ മുസ്ലിംസ് ഉണ്ടാകണം എന്ന് പറയുന്നു എന്നുള്ളതാണ്. അവിടെയും ഒരു പ്രശ്നം വരുന്നത് ഈ പറയുന്ന ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബോഡിയിൽ മറ്റൊരു വിശ്വാസത്തിൽ ഉള്ള ആളുകൾ വരണോ വേണ്ടയോ എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ചർച്ചിൻ്റെ പ്രോപ്പർട്ടി ആരാണ് നോക്കുന്നത്? ചർച്ച് തന്നെയാണല്ലോ നോക്കുന്നത്, ചർച്ചിൻ്റെ കൗൺസിലാണല്ലോ നോക്കുന്നത്. അവിടെ അവർ വേറൊരു വിശ്വാസത്തിലുള്ള ആളുകൾ അതിനകത്ത് വരികയോ ആ ബോർഡിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ മഠങ്ങളുടെ കാര്യങ്ങളിനകത്താണെങ്കിലും അവർ ഒരുപാട് പ്രോപ്പർട്ടി ഓണേഴ്സാണ്. എത്രയോ പിന്നെ ഇപ്പോൾ വാരണാസിയിലെ മഠത്തിൻ്റെ കീഴിലാണ് ഭാരതീയ സർവകലാശാല പോലുള്ള വലിയ പ്രസ്ഥാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അങ്ങോട്ടേക്ക് ആളുകൾക്ക് കയറാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം ഈ പറയുന്ന നോൺ മുസ്ലിംസിനെ കയറ്റുന്നത് എന്നൊരു ചോദ്യം അവർ ഉയരുന്നുണ്ട്. അപ്പോൾ അവിടെയും ഈ വഖഫ് ബോർഡിൻ്റെ അധികാരത്തിലേക്ക് കടന്നു കയറുന്നു, അല്ലെങ്കിൽ ആ വിശ്വാസത്തിലേക്ക് കടന്നു കയറുന്നു എന്നൊരു ആശങ്ക ന്യൂനപക്ഷത്തിനുണ്ടാകുന്നു. ഇനി ആ ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഭയങ്കര വിചിത്രമാണ്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധ, നമ്മൾ ഈ 2 നോൺ മുസ്ലിംസിനെ കയറ്റുന്നിടത്ത് അല്ലത് അവസാനിക്കുന്നത്. എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ഉണ്ട്, അതും കൂടും. അപ്പോൾ നമ്പർ കൂടുകയാണ്. ഇനി ഒരു യൂണിയൻ മിനിസ്റ്റർ ഉണ്ടാവും, അതേപോലെ തന്നെ 3 MP-മാരുണ്ടാകും, അതേപോലെ തന്നെ ഒരു സീനിയർ IAS ഓഫീസറും ഉണ്ടാകും. അപ്പം ഒരു യൂണിയൻ മിനിസ്റ്റർ ഉണ്ടാകുന്നു, 3 MP-മാരുണ്ടാകുന്നു, ഒരു IAS ഓഫീസർ സീനിയർ ആയിട്ടുള്ള ആളുണ്ടാകുന്നു, എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ഉണ്ടാകുന്നു, പ്ലസ് 2 നോൺ മുസ്ലിം ആളുകൾ കൂടി ഉണ്ടാകുന്നു. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? സർക്കാരിൻ്റെ നിയമപ്രകാരം ഒരു പാനലിലും ഒരു കമ്മിറ്റിയിലും നിങ്ങളുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഇപ്പം ഞാൻ ഹിന്ദുവാണ്, ഞാനൊരു ഓഫീസറാണ്, നിങ്ങൾ ഹിന്ദു ആയിരിക്കുന്നുകൊണ്ട് ഈ പാനലിൽ പിന്നെ നിങ്ങൾ അംഗമാകണം, അല്ലെങ്കിൽ മുസ്ലിം ആയിരിക്കുന്നുകൊണ്ട് നിങ്ങൾ അംഗമാകണമെന്ന് സർക്കാരിന് തീരുമാനിക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ സർക്കാർ എന്ന് പറയുന്നത് ഭരണഘടനാപരമായി സെക്കുലറായ ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ആളുകളൊക്കെ ഏത് രീതിയിൽ എവിടെ നിന്നൊക്കെ വരും എന്നുള്ള ആശങ്കയും ശക്തിപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആശങ്കകൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോഴും ഒരു വശം കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ഈ പറയുന്ന വഖഫ് പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഈ വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ രാജ്യത്തുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എന്താണ് ആ വിവാദങ്ങൾ? പരിപൂർണമായും ഡോക്യുമെൻറ്റേഷൻ നടത്തിയിട്ടില്ല എന്നുള്ളതൊരു പ്രശ്നം തന്നെയായിരിക്കുമ്പോഴും ഇതിനകത്ത് എൻക്രോച്ച്മെൻറ്റ് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പല ബിസിനസ് ഹൗസും ഈ പറയുന്ന വഖഫ് പ്രോപ്പർട്ടിയിൽ വഖഫ് ബോർഡിൻ്റെ അറിവോടുകൂടി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത്തരത്തിലുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. റിയൽ എസ്റ്റേറ്റുകാർ ഇതിനകത്ത് നുഴഞ്ഞു കയറുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ആ രീതിയിലൊക്കെ വലിയ എൻക്രോച്ച്മെൻറ്റുകൾ നടക്കുകയും ഇനിയിപ്പോൾ ഇതിനകത്തൊരു ഒരു 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 ലീഗൽ ഇഷ്യൂ വരുന്നു എന്ന് വിചാരിക്കുക. ആ ലീഗൽ ഇഷ്യൂ വന്നാൽ ഈ എൻക്രോച്ച്മെൻറ്റ് നടത്തിയ ആളുകളുണ്ടല്ലോ, അവർ ഈ ക്ലെയിം സ്ഥാപിച്ചാൽ എന്ത് ചെയ്യും? ഈ പ്രോപ്പർട്ടി ഇല്ലാതാകും. അല്ല, വഖഫിന്റെ ക്ലെയിമും വരുന്നുണ്ട് കേട്ടോ, ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇത് വഖഫിന്റെ ഭൂമിയാണെന്ന് പറയുന്നുണ്ട് ചില സ്ഥലത്ത്. ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഈ രീതിയിൽ വലിയ ലീഗൽ പിന്നെ ഫൈറ്റിലേക്കൊക്കെ പോകാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. പക്ഷേ 2006 സച്ചാർ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതാണ് കിരൺ റിജ്ജു പറയുന്നത് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ആ ബേസ് അതായിരിക്കുമ്പോൾ പോലും സച്ചാർ കമ്മിറ്റി പറഞ്ഞ എന്താണ്? ഈ പ്രോപ്പർട്ടിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം വഖഫിനായിരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് റവന്യൂ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. വേണ്ടത്ര റവന്യൂ ഇപ്പോൾ ഉണ്ടാകുന്നില്ല. യഥാർത്ഥത്തിൽ കിട്ടാവുന്ന റവന്യൂ എങ്ങോട്ട് പോകുന്നു എന്ന് അന്വേഷിക്കണം. 2, ഈ പറയുന്ന എൻക്രോച്ച്മെൻറ്റുകൾ ഇല്ലാതാക്കണം. അപ്പോൾ ആ രീതിയിലൊക്കെ അതിനെ സ്ട്രീം ലൈൻ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ ബില്ലിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഓണർഷിപ്പ് റൂൾ മാറുന്നതോടുകൂടി നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ പിന്നെ എന്താ പറയുക, ആ വൃന്ദാവൻ ഒരു വലിയ ഇഷ്യൂ അല്ലേ? നിങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം. പിന്നെ വൃന്ദാവനാണല്ലോ മഥുര എന്ന് പറയുന്ന അവിടെയാണ് കൃഷ്ണൻ ജനിച്ചതെന്ന് പറയുന്നത്. കൃഷ്ണൻ ജനിച്ച ആ ക്ഷേത്രവും അതിൻ്റെ മതിലിൻ്റെ തൊട്ടപ്പുറത്ത് മോസ്കാ, ഒറ്റ മതിൽ, ഞാനവിടെ പോയിട്ടുണ്ട്. ഒറ്റ മതിലിൽ ഇപ്പുറത്ത് മോസ്കും ഇപ്പുറത്ത് പിന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് നിൽക്കുന്നത്. അപ്പം അയോധ്യ, കാശി, പിന്നെ മഥുര, അങ്ങനെയാണല്ലോ പിന്നെ ഈ BJP-യുടെ മുദ്രാവാക്യം തന്നെ. അപ്പം കാശി മഥുര ബാക്കി ഹേ എന്നുള്ളതാണ്, കാശി മഥുര ബാക്കി എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഈ മഥുര അടുത്തതായിട്ട് വരുമ്പം നേരത്തെ പോലെ തന്നെ കൃഷ്ണജന്മഭൂമിയാണത്. നേരത്തെ അയോധ്യ രാമജന്മഭൂമിയാണ് എങ്കിൽ മഥുര കൃഷ്ണജന്മഭൂമിയാണ്. വളരെ സെൻസിറ്റീവായ ഒരു സ്ഥലമാണ്. നിങ്ങളവിടെ പോയാൽ ഞെട്ടിപ്പോകും അത് കണ്ടു കഴിഞ്ഞാൽ. ഒറ്റ മതിലിൻ്റെ വ്യത്യാസമാണ്. അപ്പുറം ഇപ്പുറയും സുജയ് പോയിട്ടുണ്ടാവുമല്ലോ, അപ്പുറം ഇപ്പുറയൊക്കെ
കേരളത്തിലൊക്കെ ഈ പറയുന്ന 2 ക്ഷേത്രങ്ങൾ നിൽക്കുന്നത്, 2 ആരാധനാലയങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ക്ലെയിം എങ്ങനെ വരും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ ക്ലെയിമിന് ഒരിക്കലും നിങ്ങൾക്ക് സ്ഥാപിക്കാൻ പറ്റില്ല. കാരണം 12-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടുണ്ടായിട്ടുള്ള ഈ പ്രോപ്പർട്ടിയുടെ നേരത്തെ സാറ് പറഞ്ഞ കണക്ക് ഒന്നുകിൽ ചൂണ്ടിക്കാണിച്ചോ അല്ലെങ്കിൽ വാക്കാലോ പറഞ്ഞിട്ടുള്ള ഓറൽ എന്നാണല്ലോ പറയുന്നത്. ഓറൽ ആയിട്ടുള്ള വഖഫാണ് ഈ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ലീഗലി ക്ലെയിം ചെയ്യാൻ പറ്റുമോ? റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നതെങ്കിൽ പോലും റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഉണ്ടാകുന്നില്ല എങ്കിലും 90% ഓഫ് ദി പ്രോപ്പർട്ടി എന്ന് പറയുന്ന ലീഗൽ ഡോക്യുമെൻറ്റേഷൻ ഇല്ല എന്നുള്ളൊരു പ്രശ്നം വരുമ്പോൾ പൊളിറ്റിക്കലി ഈ സാധനം എങ്ങനെയാണ് ഇനി ഭാവിയിൽ എന്തൊക്കെ ഇഫക്റ്റ് ഉണ്ടാകും? നമ്മൾ ഈ അയോധ്യ ബാബറി മസ്ജിദ് തർക്കം കണ്ട ആളുകളാണ് നമ്മുടെ തലമുറ. അവിടെ എന്താ സംഭവിച്ചത് എന്ന് നമുക്കറിയാം. അതിനകത്ത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ വിഷയം ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇനി വരും. അതുതന്നെയാണ് ഈ ന്യൂനപക്ഷങ്ങളുടെ ഒരു പ്രതിസന്ധി, ന്യൂനപക്ഷങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്നിപ്പോൾ ഈ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഈ പറയുന്ന വഖഫിനെ സംബന്ധിച്ച അമെൻമെൻസുകൾ, ഭരണപക്ഷത്തു നിന്നുള്ള എല്ലാ അമെൻമെൻസുകളും അംഗീകരിക്കുകയും പ്രതിപക്ഷത്തിൻ്റെ എല്ലാ അമെൻമെൻസുകളും തള്ളിക്കളയുകയും ചെയ്തുകൊണ്ട് അംഗീകാരം നൽകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടി ഇന്ന് രാജ്യത്ത് ഉണ്ടായിരിക്കുന്നുണ്ട്. അതൊരു കോയിൻസിഡൻസ് ആയിരിക്കാം, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ന് യൂണിഫോം സിവിൽ കോഡ് ആദ്യമായി രാജ്യത്ത് നടപ്പാക്കുന്ന, ഏകീകൃത സിവിൽ നിയമം രാജ്യത്ത് ആദ്യമായി നടപ്പാക്കുന്ന സംസ്ഥാനമായി സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ യൂണിഫോം സിവിൽ കോഡ് ഒരു സംസ്ഥാനം പ്രഖ്യാപിക്കുകയും ആദ്യത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറുകയും ചെയ്യുന്നു. ഏതാണ്ട് യൂണിഫോം സിവിൽ കോഡിലേക്ക് തന്നെ ഉള്ള ചുവടുവെപ്പുകളുടെ 1ാമത്തെ ഭാഗമോ 2ാമത്തെ ഭാഗമോ 3ാമത്തെ ഭാഗമോ അതൊക്കെ ചരിത്രകാരന്മാർ വിലയിരുത്തട്ടെ. വഖഫുമായി ബന്ധപ്പെട്ട് അതും ലക്ഷ്യം വയ്ക്കുന്ന യഥാർത്ഥത്തിൽ ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡിലേക്കുള്ള യാത്ര തന്നെയാണ്. നാളെ ഇത് ജൈന സമുദായത്തിലേക്കും ക്രിസ്തീയ സമുദായത്തിലേക്കും ബുദ്ധ സമുദായത്തിലേക്കും ഒക്കെ തന്നെയും വരാം, പാഴ്സി സമുദായത്തിലേക്കും ഒക്കെ തന്നെയും വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ മുന്നോട്ട് വരാം. അതിൻ്റെ ഒരു ചുവടുവെപ്പായിട്ട് വേണം നമ്മൾ കാണാൻ. ഞാനിത് ഡൽഹി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സംഭവിച്ചൊരു കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല. അതിൻ്റെ കാരണം സംവിധാനമുണ്ടോ എനിക്ക് അറിയാത്തത് കൊണ്ടാണ്. ജൈനമതത്തിലൊക്കെ ഈ വഖഫ് പോലെയുള്ള സംവിധാനമുണ്ട്. അല്ല, അങ്ങനെയില്ല. വഖഫ് പോലെ ഒരു സംവിധാനം അല്ല വരിക. ഇപ്പം ക്രിസ്ത്യാനികൾക്ക് വഖഫ് പോലൊരു സംവിധാനം ഇല്ലല്ലോ. അതേപോലെ മറ്റൊരു സമുദായത്തിനും അങ്ങനെയില്ല. പക്ഷേ ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് എന്താണ്? രാജ്യത്തിൻ്റെതായ ഒരു സാംസ്കാരിക ജീവിത രീതി ഉണ്ടെന്നും ആ സാംസ്കാരിക ജീവിത രീതിയോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ മറ്റു മതങ്ങൾ അവരെല്ലാം കുടിയേറ്റക്കാരാണെന്നും അല്ലെങ്കിൽ കയ്യേറ്റക്കാരാണെന്നും നമ്മൾ ജീവിക്കുന്ന ആ സംസ്കാരത്തിന് അനുഗുണമായ മതസ്വഭാവത്തിൽ സാംസ്കാരിക സ്വഭാവത്തിലേക്ക് നിങ്ങളും വരണമെന്നും പറയുന്നതാണ് യൂണിഫോം സിവിൽ കോഡ് അടിസ്ഥാനപരമായിട്ട്. അതുകൊണ്ടാണ് യൂണിഫോം ഏകരൂപമായ ഒരു സിവിൽ നിയമം ഉണ്ടാവണം എന്ന് പറയുന്നത്. ഓരോരുത്തരും അവരവരുടേതായ മതത്തിൻ്റെ നിയമങ്ങളും വ്യക്തി നിയമങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ സർക്കാർ ഇടപെടാറില്ല. അതൊരു സെക്യുലർ സ്റ്റേറ്റ് ആയിരിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിനകത്തൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന വേറെ ഏത് മതവിഭാഗമാണ്? അല്ല, ഇപ്പം ഹിന്ദുക്കൾ മതനിയമം അനുസരിച്ചല്ലേ ജീവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. അല്ലല്ല, അങ്ങനെയല്ല. അല്ല, ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മരണാചാരം ആചാരങ്ങളുണ്ട്. സർക്കാർ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്താണ് വിവാഹം കഴിക്കുന്നത്. അതെ, ഇപ്പൊ സമാധിയുടെ വിവാഹമോചനവും അങ്ങനെയാണ്. തലാഖ് ചൊല്ലാൻ പറ്റില്ല. അതെ, ആയിക്കോട്ടെ. ഞാനിപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം കണ്ടത് സമാധിയാണല്ലോ. ഈ സമാധിയുമായി ബന്ധപ്പെട്ട് എന്താ തർക്കം ഉണ്ടായത്? സമാധി പാടില്ലെന്നാണ്. പറ്റില്ല. ആ കുടുംബത്തിന് അങ്ങനെ പറ്റില്ല. അതെങ്ങനെയാ പറ്റുക? നിങ്ങൾക്ക് ഒരാളെ ഇന്ത്യയിൽ ഒരു നിയമമുണ്ടെങ്കിൽ ഒരു ഭരണഘടന പറയുമല്ലോ സെക്യുലർ കൺട്രി ആണല്ലോ. ഒരു ഭരണഘടനയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന സെക്യുലർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും മറ്റു വിഷയങ്ങളിൽ കാണുന്നില്ലല്ലോ. അല്ലല്ല, അതൊക്കെ വേറെ ചർച്ചയാണ് സുജയ. ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ വളരെ ലളിതമായിട്ട് നമ്മുടെ തൊട്ടു മുമ്പിൽ ഉണ്ടായ ഒരു ഉദാഹരണമാണ്. ഇന്ത്യ ഒരു ഇന്ത്യ മതനിയമങ്ങളിൽ നിൽക്കാൻ പാടില്ല. കാരണം ഇപ്പൊ നമ്മൾ പാകിസ്ഥാനെ കുറിച്ച് എന്താ പറയാ? അതൊരു തിയോളജിക്കൽ സ്റ്റേറ്റ് ആണെന്ന് പറയും. എന്താ കാര്യം? അതിന്റെ ഭരണഘടനയെക്കാളും വലുതാണ് അതിന്റെ മതനിയമങ്ങൾ. ഇന്ത്യ മതനിയമങ്ങളിൽ പെടാൻ പാടില്ല. അല്ല, ഇവിടെ ഭരണഘടന ആ ഭരണഘടന നല്ലതാണ്. ഇന്ത്യയുടെ ഭരണഘടന വളരെ നല്ല ഭരണഘടനയാണ്. ആ ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് BJP 240 സീറ്റിലേക്ക് വീണത്. കാരണം 400 സീറ്റിലേക്ക് പോയാൽ ഈ ഭരണഘടന ചെയ്യുമ്പോൾ JPCയിൽ വരെ NDAയിൽ നിന്ന് ഒരാളെ പോലും 10-11 ആക്കാൻ കഴിയാത്ത ഇന്ത്യ സഖ്യം മിണ്ടാതിരിക്കുന്നതാണ് ഈ വിഷയത്തിൽ നല്ലത്. അല്ല, ഇന്ത്യ സഖ്യം മിണ്ടണോ വേണ്ടോ എന്നൊക്കെ ഇന്ത്യ സഖ്യം തീരുമാനിക്കട്ടെ. എന്നെ പോലൊരു പൗരന് ഈ വിഷയത്തിൽ എനിക്ക് ഇന്ത്യ സഖ്യത്തിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയില്ല. ഇന്ത്യ സഖ്യത്തിന്റെ അഭിപ്രായം പറഞ്ഞോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഞാൻ ഉന്നയിച്ച വിഷയങ്ങളാണ്. അത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ഭൂരിപക്ഷത്തിന്റെ കടന്നുകയറ്റമാണ് എങ്കിൽ ആ കടന്നുകയറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. അതിനാണ് JPC പോലും വലിയ സംവിധാനം നമ്മൾ
ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര JPC ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ? JPC ആദ്യം ഉണ്ടാകുന്നപ്പോഴാണ് ബൊഫേഴ്സ് കുംഭകോണം നടന്ന സമയത്താണ് JPC ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സർക്കാരിൻ്റെ പിന്നെ എന്താ പറയുക ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി അടിക്കുന്നത് രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ ശേഷം ഓടുകൂടിയാണ്. അതിനുശേഷം പിന്നെ വന്ന ഒരു ന്യൂനപക്ഷ സർക്കാരാണ് നരസിംഹറാവുവിൻ്റെ. പിന്നെ ഇങ്ങോട്ടേക്ക് കോൺഗ്രസ് വരുന്നത് എപ്പോഴും ന്യൂനപക്ഷ സർക്കാരായിട്ടാണ്. അന്ന് എന്തിനാണ് ബൊഫേഴ്സിൻ്റെ കാര്യത്തിനകത്ത് JPC ഉണ്ടാക്കിയത്? ആ വിഷയം രാജ്യത്തിലെ ജനങ്ങൾക്ക് അറിയണം എന്നുള്ള അവകാശത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ അർത്ഥത്തിലാണ് JPC ഫോം ചെയ്യുന്നത്. ആ JPCയിൽ 16 അംഗങ്ങളെ NDAയുടെ ഭാഗമായി കൊണ്ടിരുന്നു, 10 പേരെ ഇപ്പുറത്ത് പ്രതിപക്ഷത്തിൻ്റെ ആളുകളായി കൊണ്ടിരുന്നു. എന്നിട്ട് ഇന്ന് ജഗദാംബിക പാൽ പറഞ്ഞതെന്താണെന്നറിയാമോ? ഞങ്ങൾ വോട്ടിട്ട് വിജയിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്ത് വോട്ടിടലാണിത്? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ 10 പേരെ ഉൾക്കൊണ്ടത്? നിങ്ങൾ ഒരു അമെൻമെൻറ്റ് പേരിനെങ്കിലും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ മാത്രമല്ല, ഇനി ഇതുമായിട്ട് പോയാൽ സുപ്രീം കോടതി ഇത് അനുവദിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറയുന്ന ഒരു ആൻറ്റിസിപ്പേറ്ററി ആണ് അത്. സുപ്രീം കോടതിയിൽ ഇത് എങ്ങനെയാണ് എടുക്കാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. സുപ്രീം കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെടുമല്ലോ. സുപ്രീം കോടതിയിൽ അല്ല വരട്ടെ, ലീഗൽ ഡോക്യുമെൻ്റ് ഒക്കെ വരട്ടെ. ഞാൻ ഈ ഉന്നയിക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അത് ഭാവിയിൽ പലതരത്തിലുള്ള പ്രോപ്പർട്ടികളുടെയും മേളിൽ ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടാക്കും, ഒരു ലീഗൽ ഡിസ്പ്യൂട്ട് ഉണ്ടാക്കും. ആ ലീഗൽ ഡിസ്പ്യൂട്ട് വരുമ്പോൾ അയോധ്യ കേസിൽ സുപ്രീം കോടതിയുടെ വിധിയൊക്കെ ഞാൻ മാനിക്കുന്നു. സുപ്രീം കോടതി എടുത്ത അതേ നിലപാട് ആവർത്തിക്കപ്പെടില്ല എന്ന് ആര് കണ്ടു? ഇപ്പൊ അജ്മീർ ദർഗ നമ്മുടെ രാജസ്ഥാനിലെ, അതെ അസംഷൻസ് ആണ്. പക്ഷേ എനിക്ക് ചരിത്രത്തിലൊരു ഉദാഹരണമുണ്ട്. ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഉദാഹരണമാണ്. ഞാൻ ഈ പറഞ്ഞ 1947 ഒരു ഉദാഹരണം പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്ന അയോധ്യ കേസ് മാത്രമാണ്. 1992 ഡിസംബർ 6 അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നതിന് ഞാനൊരു അനാവശ്യ ഭീതി ഉയർത്തുന്നത് കൊണ്ട് മാത്രമാണ് അതിൽ ഇടപെട്ടത്. അത്രേ ഉള്ളൂ. അല്ല, അതൊക്കെ ഇടപെടുകയും ചർച്ച ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താൻ പറ്റി. ഇത്രയേ ഉള്ളൂ അതിനകത്തെ കാര്യം. ഞാൻ എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു പള്ളി തകർക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ആ പള്ളിയുടെ മേളിൽ പിന്നെ ഈ പറയുന്ന ചരിത്രപരമായിട്ടുള്ള അവകാശവാദം ഉന്നയിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ സുപ്രീം കോടതി തീരുമാനം എടുക്കുകയും കൃത്യമായി 2 ഭാഗത്തിനും അവരുടെ 2 പേരെയും കേട്ടതിന് ശേഷമുള്ള ഒരു തീരുമാനം നടപ്പാക്കപ്പെടുകയും ചെയ്ത കാര്യത്തിൽ വീണ്ടും അവിടെ തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനാവശ്യ ഭീതി ഉണ്ടാക്കുന്നതിനോട് എനിക്ക് യോജിച്ചു. അല്ല, അനാവശ്യ ഭീതി ഇല്ലല്ലോ ഇപ്പം. കാരണം വെച്ചാൽ അനാവശ്യ ഭീതിയൊക്കെ അമർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഒരു ഭീതി ഇപ്പോൾ എല്ലാ ആളുകൾക്ക്. കാരണം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇപ്പം ഞാൻ പറയാം, മധുര പിന്നെ വിഷയം വരുന്നു എന്ന് വിചാരിക്കുക. നാളെ ഒരു ലീഗൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകും. ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അത് വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻ്റ് ആയിട്ട് രാജ്യത്ത് വരികയും അവിടെ ആ പള്ളി തകർക്കപ്പെടുകയും ചെയ്താൽ നാളെ സുപ്രീം കോടതി ഇതേ പറയുന്ന പ്രീസിഡന്റ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ലീഗൽ പ്രീസിഡന്റ് ഉണ്ടല്ലോ. സുപ്രീം കോടതി അയോധ്യയിൽ എന്താണ് തീരുമാനിച്ചത്, അതേ തീരുമാനത്തിന് ചൂടുപിടിച്ച് മധുരയും സംഭവിക്കാമെന്നേ. അതിനകത്തൊന്നും തർക്കമില്ല. ഇനി അതിനകത്ത് അനാവശ്യമായ ഭീതി എന്ന് പറയേ വേണ്ട നമ്മൾ. കാരണം ആ ഭീതി തന്നെ ഇല്ലായ്മയപ്പെട്ടിരിക്കുന്നു. കാരണം എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അങ്ങനെ ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് സുജയെ പറഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടന മഹത്തരമാണ്. ആ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആ ഭരണഘടന നിലനിൽക്കുമോ എന്നുള്ള ആശങ്കയാണ് ഇത്തരം അമെൻമെന്റ്സിലൂടെ വരുന്നത് എന്ന് മാത്രമാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്. Meet the editors.